ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ എണീറ്റ് ഇതാ കിച്ചണിലാണ്. റെഗുലറായിട്ടൊന്നും ഞാൻ അങ്ങനെ കിച്ചണിലൊന്നും കയറാറില്ല കേട്ടോ. ചിലർ പറയണു അസൽ കുടുംബിനി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എനിക്ക് തോന്നുമ്പോഴേ ഞാൻ കയറുള്ളൂ, അല്ലെങ്കിൽ അച്ഛമ്മ ഉറങ്ങുന്ന ടൈമിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനേ ഞാനിപ്പോഴും അടുക്കള കയറാറുള്ളൂ കേട്ടോ. ചില നേരത്തെ എനിക്കൊരു തോന്നിയാൽ ചിലപ്പോൾ കയറും. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാകും ഗൈസ്. അതുകൊണ്ടാണ് മീനടിയാൻ അടുക്കളയിൽ കയറാത്തത്. എനിവേസ് രാവിലെ ചപ്പാത്തി ആയിരുന്നു. അതും ചുട്ട് നേരെ ഇറങ്ങി ടീ വെക്കാമെന്ന് വിചാരിച്ചു. അതായത് പാറുവിന് ചപ്പാത്തി കൊടുക്കണം. അപ്പം നോക്കിയപ്പോൾ നമ്മൾ ഫുൾ വെള്ളപ്പൊക്കം തന്നെ വാർത്തയിൽ കാണിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ ഞാൻ നേരെ ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തു കേട്ടോ. ഒരുപാട് സാധനങ്ങൾ അലപ്പഴായിട്ടിട്ടേക്കായിരുന്നു. പിന്നെ കുറേ തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ വെളിയിലേക്ക് വന്നു. മഴ തോർന്നില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ എന്തോ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു കാലാവസ്ഥ. അത് ഭയങ്കര കാറ്റായിരുന്നു ഗൈസ്. വെളുപ്പിനെ നല്ല സൗണ്ടൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ എണീറ്റതും. വണ്ടിയൊക്കെ ഞാൻ പുറകെ പോയി നോക്കി സാധനം അവിടെ ഉണ്ടോ അത് കൊണ്ടുപോയോ എന്നുള്ളത്. അങ്ങനെ അകത്ത് കയറി ഈ തണുപ്പത്ത് നല്ല കട്ടൻ കാപ്പി കുടിക്കാനായിട്ട് നല്ല സുഖമാണ് ഗൈസ്. ഞാൻ അഡിക്റ്റഡാണ് കട്ടൻ കാപ്പിക്ക് കേട്ടോ. അവിടെ നിന്ന് നേരെ ഒരുങ്ങി കെട്ടി ഓഫീസിൽ വന്നു. വീഡിയോ എടുക്കുന്ന കാര്യമേ മറന്നുപോയി. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഉച്ചയ്ക്കുള്ള ചോറ് കഴിച്ചപ്പോഴാണ് ഇതിനെപ്പറ്റി ആലോചിച്ചത്. അപ്പം ഞാൻ വീണ്ടും എടുക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചു. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും കയറി. അതിനുശേഷം നമ്മൾ ഈവനിങ് ഒരു 6 മണിയായപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ വീട്ടിലേക്ക്. നല്ല മഴയായതുകൊണ്ട് ഇച്ചിരി ഇരുട്ടിയിട്ടാട്ടോ വീട്ടിലെത്തിയതും. നിർത്തിയാൽ വന്ന് റോഡൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നേരെ വന്ന് കുളിക്കാനൊന്നും വയ്യായിരുന്നു. നല്ല തണുപ്പായതുകൊണ്ട് മുഖമൊക്കെ ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ അമ്മമ്മ കഴിച്ചാൽ പോയി ഗൈസ്. രാവിലത്തെ ചപ്പാത്തി ഉണ്ടായിരുന്നു, അത് കഴിച്ചു വയറിനെ ശാന്തിപ്പെടുത്തി. നേരെ റൂമിൽ വന്നു. മുടിയൊക്കെ ഒന്ന് വലിച്ച് വാരി ഉച്ചയിൽ കെട്ടുമ്പോൾ ഉള്ള സുഖം വാവ് ഗൈസ്, സൂപ്പർ. അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം നേരെ സ്കിൻ കെയറിലേക്ക് പോകണം കേട്ടോ. അതിന് മുന്നേ എൻ്റെ ആ മാട്ട വാച്ച് ഊരണം ഗൈസ്. എപ്പോഴും വിശാടനം ചോദിക്കും, എന്താണ് നീ വാച്ച് ഊരി വെക്കാത്ത? ഉറങ്ങുമ്പോഴും ചിലപ്പോൾ വാച്ച് കെട്ടിക്കൊണ്ട് ഞാൻ ഉറങ്ങും. അങ്ങനെയാണ്. അപ്പം നേരെ രാവിലെ എണീറ്റ് അങ്ങ് പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരിക്കുന്നത്. എനിവേ സ്കിൻ കെയറിലേക്ക് കിടക്കണം. അപ്പോൾ വൈറ്റമിൻ സിയുടെ സിറം കേട്ടോ ഞാൻ ഇപ്പോൾ തേക്കുന്നത്. അത്യാവശ്യം കൊള്ളാം. ഇനിയിപ്പോൾ അമ്മ കഴിച്ച് നേരെ കയറി കിടന്ന് ഉറങ്ങും.